അല്ല, എന്താ നിന്റെ പ്രശ്നം? കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, പ്രേമിക്കാനാണെങ്കിൽ ഒരു പെണ്ണുമില്ല. വെരി നോർമൽ മല്ലു പ്രോബ്ലം. കൈ ക്യാഷ് ഇല്ലാത്ത സ്ഥിതിക്ക് പെണ്ണില്ലാത്തതാ നല്ലത്. ബിക്കോസ് ഗേൾസ് ആർ വെരി എക്സ്പെൻസീവ്. അല്ല, നിനക്ക് ആൻസിനെ വിട്ടല്ലേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ചുളിവിൽ കാനഡക്ക് പോയിരുന്നില്ലേ? ആൻസി അവക്കൊരു എക്സ് ലവർ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരൻ പയ്യൻ. അവന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പ്രേമിക്കണേ. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ആ നാരെ അവളെ തേച്ചിട്ട് പോയതടാ. പ്രശ്നം അതല്ല, ഇവന്റെ മുഖം ഓർമ്മ വരുമ്പോ ഇവളെ ഇടയ്ക്കൊക്കെ എനിക്കിട്ട് പിടയ്ക്കും. ഒരിക്കൻ്റെ മർമ്മത്തിട്ട് പൊട്ടിച്ചിട്ടേ 3 ദിവസം മൂത്രം പോകണ്ടിരുന്നേ. കാനഡ പോയി നന്നായി. എന്തായാലും മൂട് പോയില്ല. ഒരു ചെറുതടിക്കാനുള്ള വഴിയുണ്ടാ? ഹായ് ചേട്ടാ, ഇത് കമ്പിയിലാ പ്രേമം എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങളുടെ വീക്കിലി ടാസ്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ല. അല്ല, എന്താ സംഭവം? അതായത് ചേട്ടാ, വേറൊന്നുമല്ല. ചേട്ടൻ ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. ചേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. നമ്മൾ ഒളിച്ചൊന്ന് ഷൂട്ട് ചെയ്യുന്നു. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ യു വിൽ ഗെറ്റ് എ പ്രൈസ്. എന്ത് പ്രൈസ്? അത് സർപ്രൈസാ. ഓഫി ക്യാമറ ഓഫി. നീ ഇങ്ങോട്ടൊന്ന്. അതെ ചേട്ടാ, നമുക്കൊരു ബിസിനസ് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, നീ പറയുന്ന ടാസ്ക് അങ്ങനെ ആരും ഏറ്റെടുക്കില്ല. ഇനി ഏറ്റെടുത്താൽ തന്നെ അത് 5% പോലും സക്സസ് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ മൊത്തത്തിൽ ഇതൊരു ചീഞ്ഞ പരിപാടിയാണ്. നിനക്ക് ചാനലിൽ വ്യൂ ആണ് ആവശ്യമെങ്കിൽ എനിക്കുള്ള പ്രൈസ് കനത്തിലായിരിക്കും. ഓക്കെ. പെണ്ണിനെ നോക്കടാ. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ചെയ്യാനുള്ള ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. ചേട്ടന്റെ പേര് റിജോ എന്നാണ്. റിജോ ചേട്ടൻ താടി കണ്ടാൽ തന്നെ അറിയാം റിജോ ചേട്ടൻ കോളേജിലെ ഒരു റോമിയോ ആയിരുന്നു. റിജോ ചേട്ടൻ കമോൺ, പ്രപ്പോസൽ പെൺകുട്ടി അവിടെയുണ്ട്. കമോൺ ചേട്ടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇവിടെയാണ് പെണ്ണ്. പെണ്ണ് അവിടെ അറിയാം. 2 ഐസ്ക്രീം ആയിട്ട് വരാം. ഐസ്ക്രീമാ? എന്തിനി? അതൊക്കെ ഒരു ടെക്നിക്കടാ. റിജോ ചേട്ടൻ ഐസ്ക്രീം വെച്ച് എന്താ പരിപാടിയാണ് കണ്ടറിയാം. ചേച്ചി, കപ്പിൾസിനെ പറ്റി 2 ഐസ്ക്രീം. ഫോക്കസ് ഒക്കെ ഇടണോണ്ടാ? ഫോക്കസ് ഒക്കെ ഉണ്ട്. ഒന്ന് സൂം ചെയ്ത്. ഹലോ, തല്ലുള്ളാണ്ടിരുന്നാ മതിയായിരുന്നു. എടി കേൾക്കുന്നില്ലേ? ഇത് ഞാൻ അമ്മുവാ. എടി നീ എന്താ ഓഫീസിൽ വരാത്തെ? എടി എനിക്ക് പനിയാ. പനിയോ? നിനക്കോ? അതെ, എനിക്ക് പനിയാ, ഞാൻ വരുന്നില്ല. ശരി. ശരി എന്നാ. അമ്മ ഇത് മതി, ഇത് കേറി പിടിച്ചോളാം. തമിഴ് സ്റ്റൈലിൽ പിടിക്കാം. അയ്യോ, ആരാ? അമ്മു അല്ലേ? അതെ, എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഐസ്ക്രീം വേണ്ട പ്ലീസ്. വേണ്ട, അങ്ങനെ പറയരുത്. വേണ്ട. ഞാൻ അങ്ങോട്ട് വരാം. ആക്ച്വലി ഞാൻ ഡയറ്റില്ല. പിന്നെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ ഓട്സ് ഒന്നും കലക്കി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിയത്. നല്ല ചിരി. ഐസ്ക്രീം വേണ്ട, എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ പറയാന്നേ. ഈ ഐസ്ക്രീം വാങ്ങിയാ പറഞ്ഞുതരാം. ആരും കാണില്ലെന്നേ. മെൽറ്റ് ആയിട്ടില്ലല്ലോ? കുറച്ച്. റെക്കോർഡാണല്ലോ. ഇനി പറ, എന്റെ പേരെങ്ങനെ അറിയാം? എടോ, 6 മാസമായിട്ട് ഞാൻ തന്റെ പുറകിലുണ്ട്. 6 മാസം? എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണേ. 6 മാസം എന്നിട്ട് നീ എന്റെ മുന്നിൽ വരാതിരുന്നേ? പേടിയില്ലാത്തോണ്ട്. എന്നിട്ട് പേടിക്ക് ഇപ്പൊ മാറിയോ? കുറച്ചു മാറിയുണ്ട്. പനിയാണെന്നോണോ പറഞ്ഞ് ഓഫീസ് കട്ട് ചെയ്തല്ലേ? അത് കേട്ടോ. പിന്നെ അല്ലാണ്ട്. അമ്മുവിന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട് എവിടെ? ബോയ് ഫ്രണ്ടോ? എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ചേച്ചേ, അങ്ങനെ പറയരുത്. ഇനി ആരെങ്കിലും ചോദിച്ചാ അങ്കമാലിലാന്ന് പറയണം. അങ്കമാലിയിലോ? അങ്കമാലിയിലാരാ? അവിടെയല്ലേ എന്റെ വീട്. അയ്യടാ. ഷോ കഴിഞ്ഞു. അതേ,
ഷോ കഴിഞ്ഞാ അതൊന്നും കുഴപ്പമില്ല. പരിപാടി കഴിഞ്ഞ്. വേണ്ട വേണ്ട പ്രൈസ് വേണ്ടേ? വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി പെണ്ണിനെ പ്രൈസ് വേണ്ട. വേണ്ടെങ്കിൽ ഇതിലും വലിയ പ്രൈസ് മച്ചാന് കിട്ടാനില്ല.